ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. കുറച്ച് ദിവസം മുമ്പ് ഇവിടെ ഒരു ലോങ് വീക്കെൻഡ് ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞങ്ങൾ വേറെ പണിയൊന്നും ഇല്ലാണ്ട് വീട്ടിൽ ബോറടിച്ചിരുന്നപ്പം ഒരു പിസ്സ കഴിക്കാൻ പോകാമെന്ന് കരുതി. അങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ കുറേ പിസ്സ ഷോപ്പുണ്ട്. പക്ഷേ അവിടെയെങ്കിലും പോയി കഴിക്കുന്നതിൽ വലിയൊരു ത്രില്ലില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരെ എവിടെയെങ്കിലും പോയിട്ട് പിസ്സ കഴിക്കാമെന്ന് പ്ലാൻ ഇട്ടു. അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്തപ്പോഴാണ് ബെഡക്കിലുള്ള ടോംസ് പിസ്സനെ പറ്റി ആലോചിച്ചത്. നമ്മുടെ ഇവിടെ നിന്ന് ഏകദേശം ഒരു 70-80 കിലോമീറ്റേഴ്സ് ട്രാവലുണ്ട്. പക്ഷെ എന്നാലും ഒരു ട്രിപ്പും ആകും, കൂട്ടത്തിൽ നല്ല കിട്ടിലും പിസ്സയും കഴിക്കാമെന്ന് കരുതി വണ്ടി എടുത്ത് നേരെ അങ്ങോട്ട് വിട്ടു. ശരിക്കും ഒരു വർഷം മുമ്പ് നമ്മൾ കടയിൽ വെച്ച് പരിചയപ്പെട്ടിട്ടുള്ള ഒരു അപ്പൂപ്പൻ പറഞ്ഞു കേട്ടതായി ഈ ടോംസ് പിസ്സനെ പറ്റി. അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കടയാണിതെന്ന് പറഞ്ഞിട്ട് അന്ന് തൊട്ട് പോകണമെന്ന് കരുതുന്നു. പക്ഷെ ഇപ്പോഴാണ് സമയം ഒത്തത്. ബെഡക്കിൽ പോകുന്ന ശരിക്കും നാട്ടിലൊരു കുട്ടിക്കാലത്ത് പോകുന്ന ഫീലാണ് എനിക്ക്. അവിടെ കുറേ ഇങ്ങനെ നമുക്ക് ഓവർലുക്കുകളൊക്കെ ഉണ്ട്. ഇത് സെയിൻറ്റ് ആൻഡ്സ് ഓവർലുക്കാണ്. ഇവിടെ നിന്ന് നമ്മൾ കാണുമ്പം ദൂരെയുള്ള ആ ഒരു ചെറിയ സ്ട്രിപ്പ് പോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇംഗ്ലീഷ് ടൗൺ. ശരിക്കും ഒരു മൂവീസിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആട്ടോ. അത് മറ്റൊരു ദിവസം അവിടെ നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ നേരെ ടോംസ് പിസ്സ ലക്ഷ്യമാക്കി പോവാണ്. ശരിക്കും ഞങ്ങൾ ഈ പോകുന്ന ദിവസം നല്ല മഴയായിരുന്നു. ഇടയ്ക്കൊക്കെ കുറച്ച് സമയത്ത് മഴ ഇല്ലാണ്ടൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്ത് വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഞങ്ങൾ പലതവണ ബെഡക്ക് വഴി പോയിട്ടുണ്ട്, ബെഡക്കിൻ്റെ അടുത്തൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ആക്ച്വൽ ബെഡക് ടൗണിലേക്ക് നമ്മൾ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. സിഡ്നിയിൽ നിൽക്കുമ്പോൾ തോന്നുന്നു സിഡ്നി ഒരു ഭയങ്കര ചെറിയ ടൗണാണ്, ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ എന്ന്. പക്ഷേ ബെഡക്കിൽ പോയി കഴിഞ്ഞപ്പോൾ തോന്നി സിഡ്നിയെക്കാട്ടിലും വളരെ ചെറിയൊരു ടൗണാണ് ബെഡക്ക് എന്ന്. നമ്മളൊരു ടിപ്പിക്കൽ ഹോൾമാർക്ക് മൂവീസിലൊക്കെ കാണത്തില്ലേ, ഒരു സ്മോൾ ടൗൺ, നിറയെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ, ചെറിയ ഈറ്ററീസ്, ചെറിയ ക്യൂരിയോസിറ്റി ഷോപ്സ്, അങ്ങനെയൊക്കെ ഒരു വളരെ ചെറിയൊരു ടൗൺ. പക്ഷേ ഭംഗിയുടെ കാര്യത്തിൽ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. ഞങ്ങൾ ടൗൺ വിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് കൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ടോ, എന്താ മുമ്പിൽ നിന്ന് അറിയാനായിട്ട്. അടിപൊളി, 2 വശത്തും ഇങ്ങനെ വെള്ളത്താൽ ചുറ്റപ്പെട്ടൊരു റോഡ്, ബേ റോഡെന്ന് മറ്റുമാണ് അതിൻ്റെ പേര്. അടിപൊളി ഒരു ഡ്രൈവ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷെ ഭയങ്കര കാറ്റായിരുന്നു, അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് നമുക്ക് പുറത്തിറങ്ങി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ കയ്യിൽ ഫോൺ ഇരിക്കുന്ന കൂടെ ഇല്ലായിരുന്നു. പിന്നെ മഴയായിട്ട് നല്ല തണുപ്പുമായിരുന്നു. പക്ഷെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ശരിക്കും കിഡിലനൊരു വ്യൂ, കിഡിലനൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു വഴിയിൽ കൂടെ പോകുക എന്നുള്ളത്. ഇന്നത്തെ നമ്മുടെ മെയിൻ അജണ്ട ഫുഡിങ് ആണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അധികം അവിടെ സമയം കളയാണ്ട് തിരിച്ച് നേരെ ടൗണിലെത്തി. നമ്മുടെ ടോംസ് പിസ്സ ടൗണിൻ്റെ ഒത്ത നടുക്ക് തന്നെയാണ് കേട്ടോ. നമ്മൾ ടൗണിൽ എൻട്രി ചെയ്യുമ്പോൾ കാണുന്ന വൺ ഓഫ് ദ ഫസ്റ്റ് ബിൽഡിങ്സ് ആണ്. ഒരു വളരെ ചെറിയൊരു ഈറ്ററി. നമ്മളോട് ഈ പിസ്സ ഷോപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലായിരുന്നു. ബിക്കോസ് ഓബ്വിയസ്ലി നമ്മുടെ ടേസ്റ്റ് പ്രിഫറൻസ് കാനേഡിയൻസിൻ്റെ ടേസ്റ്റ് പ്രിഫറൻസിനെക്കാട്ടിലും വ്യത്യാസം ഉണ്ടായിരിക്കും. ബട്ട് സ്റ്റിൽ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ പിസ്സ ഓർഡർ ചെയ്തു. പിന്നെ സംഭവിച്ചത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടു നോക്കുക. ബെസ്റ്റ് ഇൻ ടൗൺ അവിടെ വെറുതെ എഴുതി വെച്ചേക്കുകയല്ല, അടിപൊളി. നമ്മുടെ ലൈഫിൽ ഇത്ര നാളും കഴിച്ചതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പിസ്സ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ടോട്ടലി വർത്ത് ഇറ്റ്. അങ്ങനെ അടിപൊളി ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ക്ഷീണം മാറ്റാൻ ഞങ്ങൾ ടൗണിൽ കൂടെ നിന്ന് നടന്നു കേട്ടോ. വളരെ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു ടൗൺ. പിന്നെ പറയാൻ പറഞ്ഞു, പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ആകെപ്പാടെ അറിയാവുന്ന ഇൻവെൻറ്റേഴ്സിൽ ഒരാളായിരുന്നു അലക്സാണ്ടർ ഗ്രഹാം ബെൽ, ടെലിഫോൺ കണ്ടുപിടിച്ച ആൾ. അദ്ദേഹത്തിൻ്റെ വീട് ഈ ബെഡക്കിലാണ്. അവിടെ ഒരു മ്യൂസിയവും അദ്ദേഹത്തിൻ്റെ വീട് വിസിറ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്കവിടെ പോയി കാണാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ അദ്ദേഹത്തെ പോലെ ലോകം തന്നെ മാറ്റിമറിച്ച ഒരാളുടെ ടൗണിൽ കൂടെ പോകാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് ശരിക്കും ഞാൻ കരുതുന്നത്. ഞങ്ങൾ അങ്ങനെ ടൗൺ എക്സ്പ്ലോർ ചെയ്താൽ നടന്നപ്പം കണ്ടൊരു ഷോപ്പാട്ടോ ഇത്.
ഫ്ലൈയിങ് കൈറ്റ് എന്ന് പറഞ്ഞിട്ട്. ലോക്കലി സോഴ്സ്ഡ് ഐറ്റംസ് ആയിട്ടോ ഇവിടെ സെല് ചെയ്യുന്നത്. ആർട്ട് വർക്ക്സ്, ഹാൻഡിക്രാഫ്റ്റ്സ്, ഹാൻഡ് മെയ്ഡ് ഗുഡ്സ്, അങ്ങനെ ഒരു 95% ഐറ്റംസും ആ കടയിൽ ഉണ്ടായിരുന്നത് ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ആണ്. നമുക്ക് എന്ത് കണ്ടാലും മേടിക്കാൻ തോന്നും. അത്ര ടാലൻറ്റഡ് ആയിട്ടാണ് ആൾക്കാർ അവരുടെ വർക്ക് അവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇങ്ങനൊരു കുഞ്ഞു ടൗണിൽ ഇത്രയും അടിപൊളി വെറൈറ്റി സെലക്ഷൻ ഉള്ളൊരു സ്റ്റോർ കണ്ടെത്തിയത് തന്നെ ശരിക്കും ഭയങ്കര അത്ഭുതമായിരുന്നു ഞങ്ങൾക്ക്. അതേപോലെ എടുത്ത് പറയേണ്ടതാണ് ആ സ്റ്റോറിൻ്റെ ഓണറും. വളരെ വെൽക്കമിങ് ആയിട്ടുള്ളൊരു ലേഡിയായിരുന്നു. നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ പുള്ളിക്കാരത്തി നമ്മളോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. നമ്മൾ ചാനലിൽ വീഡിയോസ് ഇടുന്നെന്ന് പറഞ്ഞപ്പോൾ അടുത്ത് എക്സ്പ്ലോർ ചെയ്യാനുള്ള കുറേ സ്പോട്ടൊക്കെ പറഞ്ഞു തന്നു. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു 1 hour ആ കടയിൽ സ്പെൻഡ് ചെയ്ത് അവിടുന്ന് ഇറങ്ങി. അപ്പോഴത്തേക്കിന് മഴ അത്യാവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു വരാൻ ടോംസ് പിസ്സയിൽ നിന്ന് ഒരു ടേക്ക് ഔട്ട് പിസ്സ കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ പോയിട്ട് കഴിക്കാനൊക്കെയായിരുന്നു പ്ലാൻ. പക്ഷേ പിസ്സ അത്ര സൂപ്പറായിരുന്നു കൊണ്ട് ഞങ്ങൾ ഓൺ ദ വേ തന്നെ കുറച്ചൊക്കെ കഴിച്ചു. നമ്മൾ ഈ പോകുന്നതാണ് കേട്ടോ സീൽ ഐലൻഡ് ബ്രിഡ്ജ്. ഒഫീഷ്യലി എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ബ്രിഡ്ജ്. അതിന് കാരണം ആ ബ്രിഡ്ജിൽ നിന്നുള്ള വ്യൂ അതൊരു ഒന്നൊന്നര വ്യൂ ആണ്. ഞാൻ കുറച്ച് വീഡിയോ എടുക്കാൻ നോക്കി, പക്ഷെ ഞാൻ പുറത്ത് നോക്കിയിരിക്കുകയായിരുന്നുകൊണ്ട് ഫോക്കസ് ഔട്ടായിട്ട് ക്ലിപ്പൊന്നും കിട്ടിയില്ല കേട്ടോ. നമ്മൾ സിഡ്നിയിലേക്ക് തിരിച്ചു വരുന്ന വഴിക്കുള്ളൊരു സ്പോട്ടാട്ടോ ഇത്. സമ്മറൊക്കെ ആയി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കാണ്. കാരണം ഈ റിവറിൻ്റെ ഓപ്പോസിറ്റ് ഒരു ക്യാമ്പ് ഗ്രൗണ്ടാണ്. അപ്പോൾ കയാക്കിങ്ങും ഫിഷിങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങോട്ടൊന്നും അടുക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെ ഒരു പിസ്സ കഴിക്കാൻ ഇറങ്ങി പുറപ്പെട്ട് ഞങ്ങളുടെ ദിവസം ശരിക്കും പൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ ലൈഫിൽ വീണ് കിട്ടുന്ന ഇതേപോലെയുള്ള ചെറിയ ചെറിയ മൊമെൻറ്റ്സ് ഒക്കെ നമ്മൾ എൻജോയ് ചെയ്യണം. കാരണം എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് പിന്നെ കിട്ടത്തില്ല. അപ്പം ഐ ഹോപ്പ് നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പം മറക്കേണ്ട, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഒട്ടും മഞ്ഞം കാണിക്കേണ്ട കേട്ടോ. പിന്നെ മറക്കാണ്ട് സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ. സീ യു.